ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഫ്രൂട്ട് സലാഡ്, അതായത് കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് സലാഡ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഡിഫറെൻറ്റ് ഫ്ലേവറോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ് ഇന്നിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു ഡെസേർട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഞാനിപ്പോൾ ഈ പാല് ഗ്യാസ് സ്റ്റൗവിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണേ. ഇതിനോടൊപ്പം 1/2 കപ്പ് ഫ്രഷ് മിൽക്കും കൂടി ഒഴിച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്കത് കലക്കിയെടുക്കണം കേട്ടോ. കട്ടയില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മളുടെ പാൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ 300 ml കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് അതൊരു കറക്റ്റ് മധുരമായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓൺലി പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതല്ല, പകുതി കണ്ടൻസ്ഡ് മിൽക്കാണ്, പകുതി പഞ്ചസാരയും ചേർക്കണമെങ്കിൽ ഒരു 150 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നിങ്ങളിതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തതിന് ശേഷം ഇവിടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കണ്ടോ, നമ്മൾ ഒട്ടും തന്നെ കട്ടകളില്ലാണ്ടാണ് ആ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കുറേശ്ശെയായി ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ അത് ഇളക്കും കൂടെ വേണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടുക്കി പിടിക്കുകയെ. ഇത് ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഇങ്ങനെ കൈ എടുക്കാതെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്തിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതായത് നന്നായിട്ട് തിളച്ച് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, തികച്ചും ഓപ്ഷണലാണ്. പക്ഷേ നമ്മൾ ഈ മിക്സിൽ ഈ ഫ്രഷ് ക്രീം ചേർക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ, നമ്മൾ ഫ്രൂട്ട് സലാഡ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാനില എസൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് സെസ്റ്റാണ് കേട്ടോ. അതായത് ഒരു ഓറഞ്ച് എടുത്തിട്ട് അതൊന്ന് ഗ്രേറ്ററിൽ അതിൻ്റെ തോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിവശത്തുള്ള വൈറ്റ് കളറ് വരാതെ ഒന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെറിയ കയ്പ്പ് വരുവേ. ആ ഓറഞ്ച് പോർഷൻ മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഫ്രൂട്ട് സലാഡിന് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. നമ്മൾ ചേർത്ത വാനില എസൻസും ഈ ഓറഞ്ച് സെസ്റ്റിൻ്റെയും കൂടെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് നമ്മളുടെ ഈ ഫ്രൂട്ട് സലാഡിന് കൊടുക്കും. ഇനി ഓറഞ്ചിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ തോലും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇപ്പം നമ്മളുടെ കസ്റ്റാർഡിൻ്റെ മിക്സൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വെച്ചതിന് ശേഷം എടുത്തിട്ട് ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള എളുപ്പത്തിൽ ഇപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ല കേട്ടോ. തണുപ്പിക്കാതെയാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. നമ്മളുടെ ഈ മിക്സ് ഇപ്പം നല്ല റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു സെർവിങ് ബൗളിലേക്ക് മിക്സ് മാറ്റി കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സാണ് ചേർക്കുന്നത്. എല്ലാം 1/2 കപ്പ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആപ്പിളാണ്, 1/2 കപ്പ് ആപ്പിൾ ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം 1/2 കപ്പ് തന്നെ മാംഗോ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് പിയറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പിയർ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുപഴം ഉണ്ടല്ലോ, ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പൂവമ്പഴോ ഏതെങ്കിലും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ പൊമഗ്രനേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ചേർക്കുന്നത് ഗ്രേപ്സ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുരു ഉള്ളതായിരുന്നു. അപ്പോൾ കുരു മാറ്റിയിട്ട് അത് പകുതി വെച്ച് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഫ്രൂട്ട്സ് എല്ലാം കൂടിയിട്ട് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇതിൽ ഒരുപാട് പുളിയുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് ചേർക്കാതിരിക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. ഒന്നുകിൽ ടിന്നിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ ഫ്രോസണോ ആയിട്ടുള്ള, അതായത് കിവി, പൈനാപ്പിൾ, ബെറീസ് അങ്ങനെയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ളത് ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ 1-2 ദിവസം വെക്കുന്നുണ്ടെങ്കിൽ അതിന് ചെറുതായിട്ടൊരു കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഫ്രൂട്ട്സ് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതാ നമ്മളുടെ ഫ്രൂട്ട് സലാഡൊക്കെ റെഡിയായി. ഞാനൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കണ്ടോ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രീമി സ്ട്രക്ചറോട് കൂടി തന്നെയാണ് നമ്മളെ ഫ്രൂട്ട് സലാഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കാണുന്ന പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫ്രഷ് ക്രീം ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് കൂടുതലായിട്ട് ഒരു വൈറ്റിഷ് യെല്ലോ കളറാണ് നമ്മളുടെ ഫ്രൂട്ട് സലാഡിന് കിട്ടുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഓറഞ്ച് സെസ്റ്റ് ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മളുടെ ഈ ഫ്രൂട്ട് സലാഡിനുള്ളത്. അപ്പോൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഫ്രൂട്ട് സലാഡിൻ്റെ ടേസ്റ്റും എൻറ്റേർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.